ഹായ് സ്റ്റുഡൻസ്, എഡ്യൂമേ സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ കോവിഡ് മൂലമുള്ള നിയന്ത്രണം ആയതുകൊണ്ട് കുട്ടികളെല്ലാവരും വീട്ടിലിരുന്ന് പഠനം ആരംഭിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഗണിതം പഠിക്കുന്ന എല്ലാവർക്കും സഹായം നൽകുക എന്നുള്ളതാണ് എൻ്റെ ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലോ അടുത്ത പരിചയക്കാർക്കോ ഒക്കെ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്തേക്കണം. അവരുടെ പുതിയ പഠന സാഹചര്യങ്ങൾക്ക് ഇതൊരു ഉപകാരമായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, കൂട്ടത്തിൽ ഷെയറും ചെയ്തേക്കണം. പിന്നെ കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അപ്പോഴപ്പോഴുള്ള പുതിയ പുതിയ പോർഷൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞാനിവിടെ ചാപ്റ്റർ സെക്ഷൻ, പ്രോബ്ലം സെക്ഷൻ എന്നിങ്ങനെ 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചാപ്റ്റർ സെക്ഷനിൽ തിയറി പാർട്ടും പ്രോബ്ലം സെക്ഷനിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പോൾ ചാപ്റ്റർ സെക്ഷനാണ് ചെയ്യുന്നത്. +2 മാത്സിലെ ആദ്യത്തെ ചാപ്റ്ററായ റിലേഷൻ ആൻഡ് ഫംഗ്ഷനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ +1 റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ്, ഡൊമൈന്, കോഡൊമൈൻ, റേഞ്ച്, ചില ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫ് ഇവയെക്കുറിച്ചെല്ലാം പഠിച്ചിട്ടുണ്ട്. ദ ടേം റിലേഷൻ മീൻസ് ദ റിലേഷൻ ബിറ്റ്വീൻ എനി 2 ഒബ്ജക്ട്സ് ഓർ ക്വാണ്ടിറ്റീസ്. ഇപ്പോൾ റിലേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും 2 ഒബ്ജക്ട്സ് തമ്മിലോ അല്ലെ 2 ക്വാണ്ടിറ്റീസ് തമ്മിലോ ഉള്ള റിലേഷനെ കുറിച്ചാണ് റിലേഷൻ എന്ന് പറയുന്ന ടേം മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, എ ഈസ് ദി set of students in class 10 of a school and B is the set of students in class 9 of the same school. ഇപ്പോൾ ഇവിടെ then set AB belongs to A cross B such that A lives in the same locality of B. അതായത് ഇവിടെ ഇപ്പോൾ 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലെയും കുട്ടികൾ ഇപ്പോൾ ആ സെയിം സ്കൂളിലാകുമ്പോഴത്തേക്ക് ഒരേ ലൊക്കാലിറ്റിയിൽ നിന്ന് വരുന്ന കുട്ടികൾ അവിടെ വരാമല്ലോ. അപ്പോൾ അങ്ങനെ ആ എയും ബിയും തമ്മിൽ റിലേഷൻ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരേ ലൊക്കാലിറ്റിയിലുള്ള കുട്ടികളാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റിലേഷനെ കുറിച്ച് ഇതിനെ സിംബോളിക്കായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതിന്, ഇഫ് എ ബി ബിലോങ്സ് ടു ആർ, വി സേ ദാറ്റ് എ ഈസ് റിലേറ്റഡ് ടു ബി അണ്ടർ ദ റിലേഷൻ ആർ ആൻഡ് ഇറ്റ് റൈറ്റ് ആസ് എ ആർ ബി. ഇപ്പോൾ എയും ബിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, എ ആർ ബി. ഇൻ ദിസ് ചാപ്റ്റർ we will study different types of relation and functions, composition of functions, invertible functions and binary operations. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. പല ആദ്യത്തെ ടൈപ്സ് ഓഫ് റിലേഷനെ കുറിച്ചാണ് ഇതിലെന്നെ നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റിലേഷനിൽ ആദ്യത്തെ വരുന്നത് എംപ്റ്റി റിലേഷൻ. എന്താണ് എംപ്റ്റി റിലേഷൻ എന്ന് നോക്കാം. എ റിലേഷൻ ആർ in a set A is called empty relation if no element of A is related to any element of A. That is, R equal 5 is a subset of A cross A. ഇപ്പോൾ empty relation എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എലമെൻറ്റ്, ഒരു സെറ്റിലെ ഒരു എലമെൻറ്റ് തമ്മിൽ ഒരു റിലേഷനും ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ എ നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 4 and 5. ഇപ്പോൾ 4നും 5നും ഇടയ്ക്കൊരു നാച്ചുറൽ നമ്പർ പറയാൻ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു നമ്പർ ഇല്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എംപ്റ്റി റിലേഷനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 4നും 5നും ഇടയ്ക്കുള്ളൊരു നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നമ്പർ നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇതൊരു എംപ്റ്റി റിലേഷനായിട്ട് പറയാം. ഇപ്പോൾ എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്നത് എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് കാൾഡ് എംപ്റ്റി റിലേഷൻ ഇഫ് നോ എലമെൻറ്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എനി എലമെൻറ്റ് ഓഫ് എ. ഇപ്പോൾ എയിൽ ഒരു എലമെൻറ്റും എയിൽ മറ്റൊരു എലമെൻറ്റോടും യാതൊരു റിലേഷനും കാണാൻ പാടില്ല. അപ്പം അത്ര റിലേഷനെയാണ് എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ റിലേഷനായ യൂണിവേഴ്സൽ റിലേഷനെ കുറിച്ച് പറയാം. ഇപ്പോൾ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത് എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് കാൾഡ് യൂണിവേഴ്സൽ റിലേഷൻ ഇഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എവരി എലമെൻറ്റ് ഓഫ് എ. ദാറ്റ് ഈസ് R equal
എ ക്രോസ് എ. ഇപ്പോൾ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത് എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ. സെറ്റ് എയിലുള്ള റിലേഷന് ഇഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് എ, അതായത് എയിലെ ഓരോ എലമെൻറ്റും ആ എയിൽ മറ്റെല്ലാ എലമെൻറ്റുകളായിട്ടും ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. അപ്പം അതിനെയാണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ലെറ്റ് എ ബി ദ സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഓഫ് എ ബോയ്സ് സ്കൂൾ, ഷോ ദാറ്റ് ദ റിലേഷൻ ഇൻ എ given by R equal set AB such that A is sister of B is the empty relation, and R dash equal set AB such that the difference between heights of A and B is less than 3 meters is the universal relation. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഓഫ് എ ബോയ്സ് സ്കൂൾ. ഇപ്പോൾ ഒരു ബോയ്സ് സ്കൂളിലെ കുട്ടികളാണ് നമ്മൾ എ എന്ന് പറയുന്ന സെറ്റ് എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ എംപ്റ്റി റിലേഷനാണെന്ന് കാണിക്കാൻ, ഇപ്പോൾ ഇവിടെ ബോയ്സ് സ്കൂൾ എന്ന് പറയുമ്പം അവിടെ ഒരു സിസ്റ്റർ എന്തായാലും വരത്തില്ല. എ ഈസ് എ സിസ്റ്റർ ഓഫ് ബി. അപ്പോൾ അവിടെ ബോയ്സ് സ്കൂളിൽ ഒരിക്കലും ഒരു ഗേൾ സ്റ്റുഡൻ്റ് അവിടെ പഠിക്കാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു എംപ്റ്റി റിലേഷൻ എന്ന് പറയാം. ഇപ്പോൾ ദ സ്കൂൾ ഈസ് ബോയ്സ് സ്കൂൾ, സിൻസ് ദ സ്കൂൾ ഈസ് ബോയ്സ് സ്കൂൾ, നോ സ്റ്റുഡൻറ്റ് ക്യാൻ ബി സിസ്റ്റർ ഓഫ് സ്റ്റുഡൻറ്റ് ഓഫ് ദി സ്കൂൾ. അപ്പോൾ ആ സ്കൂളിലെ ഒരു കുട്ടിയുടെയും സിസ്റ്റർ അവിടെ പഠിക്കാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു എംപ്റ്റി റിലേഷനായിട്ട് പറയാൻ സാധിക്കും. ഇനി അടുത്ത പറയുന്നത് ആർ ഡാഷ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈറ്റ്സ് ഓഫ് എ ആൻഡ് ബി ഈസ് ലെസ് ദാൻ 3 meters. ഇപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈറ്റ്സ് ഓഫ് എനി 2 students ഓഫ് ദി സ്കൂൾ ഹാസ് ലെസ് ദാൻ 3 meters. അപ്പോൾ ആ സ്കൂളിൽ തന്നെ രണ്ട് കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ, ഏത് 2 കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഹൈറ്റ്സ് വേണമെങ്കിൽ നമുക്ക് ലെസ് ദാൻ 3 meters ആകാം. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു യൂണിവേഴ്സൽ റിലേഷനായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആർ ഡാഷ് എന്ന് പറയുന്നത് എ ക്രോസ് എ ഈസ് ദി യൂണിവേഴ്സൽ റിലേഷൻ. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻ നമുക്ക് അതിനകത്ത് നിന്ന് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ 2 കുട്ടികൾ, ആ ക്ലാസ്സിലുള്ള 2 കുട്ടികൾ തമ്മിലുള്ള ഹൈറ്റ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 meter ആയിട്ടുള്ള ആ ഒരു റിലേഷൻ നമുക്ക് അതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒരു യൂണിവേഴ്സൽ റിലേഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എംപ്റ്റി റിലേഷനും യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്നത് ഒരു റിലേഷൻ അവിടെ ആ സെറ്റിനകത്ത് ഇങ്ങനെ ഒരു റിലേഷൻ നിലനിൽക്കുന്നില്ല. അപ്പോൾ അതാണ് എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബോയ്സ് സ്കൂളിൽ ഒരു ഗേൾ പഠിക്കുന്നു എന്ന് പറയുമ്പം അത്ര റിലേഷൻ അവിടെ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കുട്ടി അവിടെ പഠിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു എംപ്റ്റി റിലേഷൻ ആയിരിക്കും. യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊരു സ്റ്റുഡൻറ്റിനും അപ്പോൾ ആ മൊത്തത്തിലുള്ളതുമായിട്ടൊരു റിലേഷനെ പറയാൻ സാധിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, 3 metersൻ്റെ ഡിഫറൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സ്കൂളിലെ 2 കുട്ടികളുടെ ഹൈറ്റ്സിൻ്റെ ഡിഫറൻസ് 3 meter ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ അത്ര റിലേഷൻ എടുക്കാനും സാധിക്കും. അപ്പോൾ അതിനെ യൂണിവേഴ്സൽ റിലേഷനായിട്ടും എടുക്കാം. ഇനി അടുത്ത മൂന്നാമത്തെ പറയുന്നത് അടുത്ത റിഫ്ലെക്സീവ് റിലേഷനാണ് പറയുന്നത്. ഇപ്പോൾ റിഫ്ലെക്സീവ് എന്ന് പറയുന്നത് ഇഫ് എ ബിലോങ്സ് ടു ആർ ഫോർ എവരി എ ബിലോങ്സ് ടു എ. ഇപ്പോൾ എ ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 1 2 2 3 3 ഇങ്ങനെ സെയിം ആയിട്ടുള്ള റിലേഷൻ, അതിനെയാണ് റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ 1 1 2 2 3 3 4 4 ആ രൂപത്തിൽ വരുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആകണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് എ ബിലോങ്സ് ടു ആർ, അതായത് ഇവിടെ രണ്ടും സെയിം ആയിരിക്കണമെന്ന് അർത്ഥം. അതാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞ 1 1 2 2 എന്ന് ആ രീതിയിലുള്ളത്. അപ്പോൾ ഇഫ് എ ബിലോങ്സ് ടു ആർ ഇതാണെങ്കിൽ അത്തരം റിലേഷനെയാണ് നമ്മൾ റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നമ്മൾ പറയുന്നത് സിമ്മട്രിക്. അപ്പോൾ സിമ്മട്രിക് എന്ന് പറയുന്നത് ഇഫ് A1 A2 ബിലോങ്സ് ടു ആർ വിച്ച് ഇംപ്ലൈസ് A2 A1 ബിലോങ്സ് ടു ആർ. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. A1 A2 ബിലോങ്സ് ടു ആർ ആണെങ്കിൽ തിരിച്ച് A2 A1 ബിലോങ്സ് ടു ആർ ആയിരിക്കണം. അപ്പോൾ തിരിച്ചും മറിച്ചും രണ്ടും വരണമെന്ന് അർത്ഥം. അപ്പോൾ ഇതിനെയാണ് സിമ്മട്രിക് എന്ന് പറയുന്നത്. ഇപ്പോൾ 1 2 ആണെങ്കിൽ തിരിച്ച് 2 1 വരണമെന്ന് അർത്ഥം. അപ്പം അങ്ങനെ A1 A2 തിരിച്ച് A2 A1. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ അതിനെയാണ് സിമ്മട്രിക് എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത് പറയുന്നത് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത് ഇഫ് A1 A2 ബിലോങ്സ് ടു ആർ ആൻഡ് A2 A3 ബിലോങ്സ് ടു ആർ വിച്ച് ഇംപ്ലൈസ് A1 A3 ബിലോങ്സ് ടു ആർ. ദാറ്റ് ഈസ് ഇപ്പോൾ A1 A2 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ്, അടുത്തത് A2 A3 എന്ന് പറയുമ്പോൾ സെക്കൻഡ് തേർഡ്, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് തേർഡ്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡ് തേർഡ് ദെൻ ഫസ്റ്റ് തേർഡ്.
അപ്പോൾ ഈ ഒരു റിലേഷൻ വന്നാൽ അതിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 1 2 2 3 അങ്ങനെയാണെങ്കിൽ 1 3 എന്ന് വരണം. അപ്പോൾ ഈ രൂപത്തിൽ വന്നാൽ അതിനെ നമുക്ക് ട്രാൻസിറ്റീവ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മളിവിടെ പറയുന്ന ഈ 3 റിലേഷൻ. ഏതൊക്കെയാണ്? ഒന്ന് റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ റിഫ്ലെക്സീവ് എന്ന് പറയുന്നത് സെയിം, അതായത് എ ബിലോങ്സ് ടു ആർ. ഈ കണ്ടീഷനാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. ഇപ്പോൾ റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ എ ബിലോങ്സ് ടു ആർ. പ്രോബ്ലത്തിലെല്ലാം നമുക്ക് ഈ കണ്ടീഷൻ വെച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ കണ്ടീഷൻസ് ഓർത്ത് വയ്ക്കുക. എ ബിലോങ്സ് ടു ആർ സെയിം ആയിട്ടുള്ളത്, അതാണ് റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്. അടുത്തത് സിമ്മട്രിക്. സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ തിരിച്ചും മറിച്ചും വരണമെന്നർത്ഥം. അതായത് A1 A2 ബിലോങ്സ് ടു ആർ ആണെങ്കിൽ തിരിച്ച് A2 A1 ബിലോങ്സ് ടു ആർ ആയിരിക്കും. മൂന്നാമത്തെ ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത് A1 A2 ബിലോങ്സ് ടു ആർ, A2 A3 ബിലോങ്സ് ടു ആർ, വിച്ച് ഇംപ്ലൈസ് A1 A3 ബിലോങ്സ് ടു ആർ. അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ദെൻ ഫസ്റ്റ് തേർഡ്. ഇപ്പോൾ ഈ രൂപത്തിൽ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രാൻസിറ്റീവ് ആകും. ഇപ്പോൾ റിഫ്ലെക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ്. ഇപ്പോൾ ഈ 3 റിലേഷനും ഇതുപോലെ ഓർത്തിരിക്കുക. പ്രോബ്ലം എല്ലാം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുണ്ട്. റിഫ്ലെക്സീവ് എന്ന് സിമ്മട്രി ട്രാൻസിറ്റീവ് ആണോ എന്നൊക്കെ പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ പ്രോബ്ലത്തിലെല്ലാം നമുക്ക് ഈ കണ്ടീഷൻ വെച്ചാണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. നാലാമത് പറയുന്നത് ഇക്വലൻസ് റിലേഷൻ. ഇപ്പോൾ ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത് എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് സെറ്റ് ടു ബി ആൻ ഇക്വലൻസ് റിലേഷൻ ഇഫ് ആർ ഈസ് റിഫ്ലെക്സീവ്, സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അപ്പോൾ നമ്മൾ നേരത്തെ റിഫ്ലെക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ് 3 റിലേഷനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഏതൊരു റിലേഷനാണോ ഇത് 3 സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതായത് റിഫ്ലെക്സീവും സിമ്മട്രിക് ട്രാൻസിറ്റീവ് ആകുന്നത്, അത്തരം റിലേഷനെയാണ് ഈക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമ്മട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇത് 3 വരുന്ന റിലേഷനെയാണ് ഈക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഒന്ന് റിഫ്ലെക്സീവ്, അടുത്തത് സിമ്മട്രിക്, മൂന്നാമത്തെ ട്രാൻസിറ്റീവ്. ഇത് 3 ചേർന്ന് വന്നാൽ അതിനെ ഈക്വലൻസ് എന്ന് പറയുന്നു. ഇപ്പോൾ ഈക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത് ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമ്മട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇത് 3 വരുന്ന റിലേഷനെയാണ്, ഇത് 3 സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷനെയാണ് ഈക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ലെറ്റ് ടി ബി ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ വിത്ത് ആർ എ റിലേഷൻ ഇൻ ടി ഗിവൺ ബൈ ആർ ഈക്വൽ സെറ്റ് T1 T2 such that T1 is congruent to T2. Show that R is an equivalence relation. ഇപ്പോൾ ഇവിടെ ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടാണുള്ള ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വേണ്ടി തന്നിരിക്കുന്നത് എന്താണ്? T1 T2 such that T1 is congruent to T2. ഇപ്പോൾ കോൺഗ്രുവൻറ്റ്, ഇതാണ് ഇവിടുത്തെ വേർഡ് പറഞ്ഞിരിക്കുന്നത്, കോൺഗ്രുവൻറ്റ്. ഇപ്പോൾ എന്താണ് കോൺഗ്രുവൻറ്റ്? കോൺഗ്രുവൻറ്റ് എന്ന് പറയുമ്പം നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. കോൺഗ്രുവൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ 2 ട്രയാങ്കിൾ കോൺഗ്രുവൻറ്റ് ആകണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് എല്ലാം ഈക്വൽ ആയിരിക്കണം. കറസ്പോണ്ടിങ് സൈഡ്സും കറസ്പോണ്ടിങ് ആംഗിൾ ഇതെല്ലാം ഈക്വലായിട്ട് വരുന്നതിനെയാണ് നമ്മൾ കോൺഗ്രുവൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോൺഗ്രുവൻറ്റ് എന്ന് പറയുന്നത് T1 ഈസ് കോൺഗ്രുവൻറ്റ് T2 എന്ന് പറഞ്ഞാൽ T1 എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡും ആംഗിളും T2 എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡും ആംഗിളിനും ഈക്വൽ ആയിരിക്കണം. അപ്പം അങ്ങനെ വരുമ്പോഴാണ് T1 ഈസ് കോൺഗ്രുവൻറ്റ് T2 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഈക്വലൻസ് ആണെന്ന് തെളിയിക്കണമെങ്കിൽ ഇത് റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമ്മട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ആദ്യത്തെ റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കാം. ഇപ്പോൾ T1 ഈസ് കോൺഗ്രുവൻറ്റ് T2 എന്ന് പറയുമ്പം എവരി ട്രയാങ്കിൾ ഈസ് കോൺഗ്രുവൻറ്റ് ടു ഇറ്റ് സെൽഫ്. ഏതൊരു ട്രയാങ്കിൾ എടുത്താലും ആ ട്രയാങ്കിൾ അതിന് തന്നെ കോൺഗ്രുവൻ്റ് ആയിരിക്കും. അപ്പോൾ അതൊരു കണ്ടീഷനാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എനി ട്രയാങ്കിൾ ഈസ് കോൺഗ്രുവൻറ്റ് ടു ഇറ്റ് സെൽഫ്. അപ്പോൾ ഏതൊരു ട്രയാങ്കിളും അതിന് തന്നെ കോൺഗ്രുവൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് T1 T2 ഇത് രണ്ടും നമുക്ക് എന്താണ് ബിലോങ്സ് ടു ആർ എന്ന് പറയാൻ സാധിക്കും അല്ലേ? T1 എന്ന് പറയാം, അല്ലെ T2 എന്ന് പറയാം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റിഫ്ലെക്സീവ് എന്ന് പറയുന്നത് എന്താണ്? എ ബിലോങ്സ് ടു ആർ, ഇതിനെയാണ് നമ്മൾ റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്. അപ്പോൾ എവരി ട്രയാങ്കിൾ ഈസ് കോൺഗ്രുവൻറ്റ് ടു ഇറ്റ് സെൽഫ് ആയതുകൊണ്ട് ഇവിടെ T1 ഈസ് കോൺഗ്രുവൻറ്റ് ടു T1. അപ്പോൾ എ ബിലോങ്സ് ടു ആർ, ദാറ്റ് ഈസ് T1 ബിലോങ്സ് ടു ആർ. ഇപ്പോൾ T1 ബിലോങ്സ് ടു ആർ, ഇപ്പോൾ എ ബിലോങ്സ് ടു ആർ. അതുകൊണ്ട് ദെയർഫോർ ഇവിടെ നമുക്ക് ഇതിനെ എന്ത് പറയാം? ആർ ഈസ് റിഫ്ലെക്സീവ്. ആർ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണ്. അപ്പോൾ T1 ബിലോ, അതായത് എവരി ട്രയാങ്കിൾ ഈസ് കോൺഗ്രുവൻറ്റ് ടു ഇറ്റ് സെൽഫ്.
അതാണ് നമ്മളിവിടെ എടുക്കുന്നത്. എവരി ട്രയാങ്കിൾ ഈസ് കോൺഗ്രന്റ് ടു ഇറ്റ് സെൽഫ്. അപ്പം അതുകൊണ്ട് നമുക്കിവിടെ R എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണ്. ഇനി രണ്ടാമത്തെ സിമെട്രിക് ആണ് തെളിയിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രണ്ട് ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു ട്രയാങ്കിൾ മറ്റൊരു ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡും ഇപ്പോൾ ഈ ട്രയാങ്കിൾ ഇതിന് കോൺഗ്രൻ്റ് ആണെങ്കിൽ തിരിച്ച് ഈ ട്രയാങ്കിൾ ഇതിനും കോൺഗ്രൻ്റ് ആയിരിക്കും. അപ്പോൾ T1 T2ന് കോൺഗ്രൻ്റ് ആണെങ്കിൽ തിരിച്ച് T2 T1നും കോൺഗ്രൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു സിമെട്രിക് ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്കത് വെച്ചിട്ട് എഴുതാം. രണ്ടാമത്തെ എഴുതാം. T1 T2 belongs to R, which implies T2 T1 belongs to R. ഇപ്പോൾ T1 T2 belongs to R ആണെങ്കിൽ തിരിച്ച് T2 T1ഉം belongs to R. അപ്പോൾ എന്തുകൊണ്ടാണ് T1 എന്ന് പറയുന്ന, അതായത് ഈ ട്രയാങ്കിൾ ഇതിന് കോൺഗ്രൻ്റ് ആണെങ്കിൽ തിരിച്ച് T2 എന്ന് പറയുന്ന ട്രയാങ്കിൾ T1നും കോൺഗ്രൻ്റ് ആയിരിക്കും. അപ്പോൾ therefore R is symmetric. ഇതിനെ സിമെട്രിക് എന്ന് പറയാം. അപ്പോൾ ഇതിനെ ആദ്യം നമ്മൾ റിഫ്ലെക്സീവ് ആണെന്ന് പറഞ്ഞു. അത് എവരി ട്രയാങ്കിൾ ഈസ് കോൺഗ്രന്റ് ടു ഇറ്റ് സെൽഫ്. അതുകൊണ്ട് R ഈസ് റിഫ്ലെക്സീവ് എന്ന് പറയുന്നു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഒരു ട്രയാങ്കിൾ രണ്ടാമത്തെ ട്രയാങ്കിളിന് കോൺഗ്രൻ്റ് ആണെങ്കിൽ തിരിച്ച് രണ്ടാമത്തെ ട്രയാങ്കിൾ ആദ്യത്തെ ട്രയാങ്കിളിന് കോൺഗ്രൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് T1 T2 ബിലോങ്സ് ടു R, വിച്ച് ഇംപ്ലൈസ് T2 T1 ബിലോങ്സ് ടു R. ദെയർഫോർ R ഈസ് സിമെട്രിക്. ഇനി മൂന്നാമത് നമുക്ക് ട്രാൻസിറ്റീവ് ആണെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ട്രാൻസിറ്റീവ് ആണെങ്കിൽ നമ്മൾ മൂന്നെണ്ണം പറയണം. T1ഉം T2 T3 മൂന്നെണ്ണം പറയണം. ഇപ്പോൾ T1 T2ന് കോൺഗ്രൻ്റ് ആണ്, അതുപോലെ തന്നെ T2 T3ക്കും കോൺഗ്രൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ T1ഉം T3ക്ക് കോൺഗ്രൻ്റ് ആയിരിക്കുമല്ലോ. കോൺഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈക്വൽ ആണെന്നാണ് അർത്ഥം. സൈഡ്സും ആംഗിൾസും എല്ലാം ഈക്വൽ ആണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ ഇതിന് ഈക്വൽ ആണ്, ഈ ട്രയാങ്കിൾ ഇതിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസിറ്റീവ് എന്ന് പറയാമല്ലോ. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ നമുക്ക് എഴുതാം. T1 T2 belongs to R and T2 T3 belongs to R, which implies T1 T3 belongs to R. ഇപ്പോൾ T1 T2ന് കോൺഗ്രൻ്റ് ആണ്, അതുപോലെ T2 T3ക്ക് കോൺഗ്രൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ T1 T3ക്ക് കോൺഗ്രൻ്റ് ആയിരിക്കും. Therefore R is transitive. ഇവിടെ നമുക്ക് റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടി, സിമെട്രിക് ആണെന്ന് കിട്ടി, ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ therefore hence R is equivalence relation. ഇക്വലൻസ് റിലേഷൻ R എന്ന് പറയുന്നത് ഇക്വലൻസ് റിലേഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇക്വലൻസ് റിലേഷൻ്റെ 3 കണ്ടീഷനും നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് ഈ റിലേഷൻ ഇക്വലൻസ് ആകാൻ കാര്യം എന്താണ്? ഇത് റിഫ്ലെക്സീവ് ആണ്. അതായത് ഏതൊരു ട്രയാങ്കിളും എവരി ട്രയാങ്കിൾ ഈസ് കോൺഗ്രന്റ് ടു ഇറ്റ് സെൽഫ്. ദെയർഫോർ R ഈസ് റിഫ്ലെക്സീവ്. അടുത്തത് സിമെട്രിക് പറയുന്നു. അതായത് ഒരു ഫസ്റ്റ് ട്രയാങ്കിൾ സെക്കൻഡിന് കോൺഗ്രന്റ് ആണെങ്കിൽ സെക്കൻഡ് ട്രയാങ്കിൾ ഫസ്റ്റിനും കോൺഗ്രന്റ് ആയിരിക്കും. ദെയർഫോർ R ഈസ് സിമെട്രിക്. അടുത്ത മൂന്നാമത് പറയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സെക്കൻഡ് ട്രയാങ്കിളിന് കോൺഗ്രന്റ് ആയിരിക്കും, സെക്കൻഡ് ട്രയാങ്കിൾ തേർഡിന് കോൺഗ്രന്റ് ആണെങ്കിൽ ഈ ഫസ്റ്റും തേർഡും കോൺഗ്രന്റ് ആയിരിക്കും. അതുകൊണ്ട് T1 T2 ബിലോങ്സ് ടു R, T2 T3 ബിലോങ്സ് ടു R, then T1 T3 ബിലോങ്സ് ടു R. Therefore R is transitive. Hence R is equivalence relation. ഇപ്പോൾ ഈ റിലേഷൻ റിഫ്ലെക്സീവ് സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആയതുകൊണ്ട് ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ഈ റിലേഷനെ കുറിച്ചെല്ലാം തീർന്നു. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് ആണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.